നമസ്കാരം. നമ്മളിന്ന് ജെയിംസ് ക്ലിയർ എഴുതിയ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന പ്രശസ്തമായ പുസ്തകത്തിൻ്റെ സമ്മറി ആൻഡ് അനാലിസിസ് വീഡിയോ ആണ് ചെയ്യുന്നത്. ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഭാഗം 1, അധ്യായം 1, ആറ്റോമിക് ഹാബിറ്റ്സിൻ്റെ അത്ഭുതകരമായ ശക്തി. ഈ അധ്യായത്തിൽ ജെയിംസ് ക്ലിയർ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന ആശയം പരിചയപ്പെടുത്തുന്നു. ചെറിയ ശീലങ്ങൾ കാലക്രമേണ പ്രധാനപ്പെട്ട ദീർഘകാല ഫലങ്ങളിലേക്ക് നയിക്കുന്നു. ചെറിയ മെച്ചപ്പെടുത്തലുകൾ അവ എത്ര ചെറുതായിരുന്നാലും കാലക്രമേണ നിലനിൽക്കുമ്പോൾ അതിശയകരമായ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ആറ്റോമിക് ഹാബിറ്റ്സ് വിവരിക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ഉപമ ഒരു സേവിങ്സ് അക്കൗണ്ടിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെയാണ്. ചെറിയ കാലത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ഗുണമൊന്നും ഇല്ല എന്ന് തോന്നിയാലും അവ കൂടിച്ചേർന്ന് ദീർഘകാലത്തിൽ ഫലങ്ങൾ കൂടുതൽ ശ്രദ്ധേയമാകും. ഇതിനെ സാധാരണയായി കോമ്പൗണ്ട് വളർച്ച എന്നാണ് വിളിക്കുന്നത്. ദൈനംദിന റുട്ടീനുകളിലെ ചെറിയ മാറ്റങ്ങൾ എങ്ങനെ മൊമെൻ്റം ഉണ്ടാക്കുന്നുവെന്ന് ജെയിംസ് ക്ലിയർ ഈ പുസ്തകത്തിൽ പറയുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ദിവസവും ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജ് മാത്രം വായിച്ചാൽ ആദ്യം അത് നിസ്സാരമായി തോന്നിയേക്കാം. എന്നാൽ നിങ്ങൾ അത് ഒരു വർഷം സ്ഥിരമായി ചെയ്താൽ നിങ്ങൾ 365 പേജുകൾ വായിച്ചിരിക്കും. വിജയത്തിന് വലിയ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് നാം പലപ്പോഴും കരുതുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ചെറിയ സ്ഥിരമായ പ്രയത്നങ്ങളാണ് വലിയ വിജയത്തിന് കാരണമാകുന്നത്. ജെയിംസ് ക്ലിയർ അവതരിപ്പിക്കുന്ന ഒരു പ്രധാന ആശയം പ്ലാറ്റ്യൂ ഓഫ് ലാറ്റന്റ് പൊട്ടൻഷ്യൽ എന്നതാണ്. എന്താണ് പ്ലാറ്റ്യൂ ഓഫ് ലാറ്റന്റ് പൊട്ടൻഷ്യൽ എന്ന് നോക്കാം. ഒരു ശീലം ഉണ്ടാകുന്നതിൻ്റെ ആരംഭഘട്ടത്തിൽ പുരോഗതി വളരെ മന്ദഗതിയിലാകാം, ഏതാണ്ട് അദൃശ്യമാകാം. ഇതാണ് ആളുകൾ അവരുടെ ലക്ഷ്യങ്ങൾ വളരെ വേഗം ഉപേക്ഷിക്കുന്നത്. എന്നാൽ കുറച്ചു നാളുകൾ കഴിഞ്ഞുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും. ചെറിയ പ്രവർത്തനങ്ങൾ ഇപ്പോഴും വിജയത്തിന് അടിത്തറ പാകുകയാണ് എന്ന് നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുക. ജെയിംസ് ക്ലിയറിൻ്റെ വാദം ഇവിടെ ലളിതമാണ്. തൽക്ഷണ ഫലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. ആറ്റോമിക് ഹാബിറ്റ്സിൻ്റെ ശക്തി അവ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ്. ഉടനടി കാണാൻ കഴിയാത്ത വലിയ ഫലങ്ങൾക്ക് അവ അടിത്തറ പാകും. ജെയിംസ് ക്ലിയർ പറയുന്നത് ശീലങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല, അവ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ പ്രതിഫലനമാണ്. അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രധാന വ്യത്യാസം ഫലം അടിസ്ഥാനമാക്കിയുള്ള ശീലങ്ങൾക്കും ഐഡൻറ്റിറ്റി അടിസ്ഥാനമാക്കിയുള്ള ശീലങ്ങൾക്കും ഇടയിലാണ്. ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ആ ശീലങ്ങൾ ഉൾക്കൊള്ളുന്ന തരം വ്യക്തിയാകാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, എനിക്ക് ഭാരം കുറയ്ക്കണം എന്ന് പറയുന്നതിന് പകരം ഞാൻ ആരോഗ്യത്തെ പരിപാലിക്കുന്ന ഒരാളാണ് എന്ന് പറയുക. നിങ്ങൾ ആരോഗ്യമുള്ള വ്യക്തിയായി തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ആ ഐഡൻറ്റിറ്റിയുമായി യോജിക്കുന്ന ശീലങ്ങൾ സ്വീകരിക്കാൻ സാധ്യത കൂടുതലാണ്. ലക്ഷ്യ അധിഷ്ഠിതമായ ശീലങ്ങളിൽ നിന്ന് ഐഡൻറ്റിറ്റി അധിഷ്ഠിതമായ ശീലങ്ങളിലേക്കുള്ള ഈയൊരു മാറ്റം ഒരു ഗെയിം ചേഞ്ചറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐഡൻറ്റിറ്റി അടിസ്ഥാനമാക്കിയുള്ള ശീലങ്ങൾ ശക്തമാണ്, കാരണം അവ നമ്മെ ഒരു നിശ്ചിത പ്രവർത്തനം സ്ഥിരമായി ചെയ്യുന്ന തരം വ്യക്തിയായി വിശ്വസിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ എടുക്കുന്ന ഓരോ പ്രവർത്തനവും നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന തരം വ്യക്തിക്കുള്ള ഒരു വോട്ടാണെന്ന് ക്ലിയർ ഊന്നിപ്പറയുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ പതിവായി വ്യായാമം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യമുള്ള വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയിലേക്ക് വോട്ട് ചെയ്യുകയാണ്. കാലക്രമേണ ഈ ശീലങ്ങൾ നിങ്ങൾ ആരാണെന്നതിൻ്റെ കാതലായി മാറുന്നു. ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പലരും അനുഭവിക്കുന്ന പരാജയത്തിൻ്റെ ചക്രം തകർക്കാൻ ഇത് സഹായിക്കുന്നു. ലക്ഷ്യം എത്തിക്കുമ്പോൾ പലപ്പോഴും ശൂന്യതയുടെ ഒരു തോന്നലുണ്ടാകാം. എന്നാൽ ലക്ഷ്യം ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ യാത്ര തുടരുന്നു. ശീലം നിങ്ങൾ ആരാണെന്നതിൻ്റെ ഭാഗമാകുന്നു. ഐഡൻറ്റിറ്റി നിങ്ങളുടെ ശീലങ്ങളെ രൂപപ്പെടുത്തുന്നു. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ ശക്തിപ്പെടുത്തുന്നു. ജെയിംസ് ക്ലിയർ ഇപ്പോൾ ശീലം ഉണ്ടാക്കുന്നതിൻ്റെ പ്രായോഗിക വശങ്ങളിലേക്ക് കടക്കുന്നു. നല്ല ശീലങ്ങൾ വികസിപ്പിക്കാനും മോശം ശീലങ്ങൾ തകർക്കാനും ഒരു നേരായ ഫ്രെയിംവർക്ക് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഫ്രെയിംവർക്കിൽ 4 ഘട്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു: സൂചന, ആഗ്രഹം, പ്രതികരണം, പ്രതിഫലം. ഈ ഘട്ടങ്ങൾ ഹാബിറ്റ് ലൂപ്പ് എന്നറിയപ്പെടുന്നത് ഉണ്ടാക്കുന്നു. ആദ്യമായി സൂചന എന്താണെന്ന് നോക്കാം. ഇത് ഒരു ശീലം ആരംഭിക്കാനുള്ള ട്രിഗറാണ്. ഇത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എന്തെങ്കിലും ആകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയമാകാം. അത് പ്രവർത്തനത്തെ പ്രേരിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ പ്രഭാതത്തിൽ ഉണരുന്നു. അത് പല്ല് തേക്കാനുള്ള ശീലത്തെ പ്രേരിപ്പിക്കുന്നു. അടുത്തതായി ആഗ്രഹം. ഇത് ശീലത്തിൽ ഏർപ്പെടാനുള്ള ആഗ്രഹമോ പ്രേരണയോ ആണ്. പ്രവർത്തനം പൂർത്തിയാക്കിയ ശേഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന
തോന്നലുമായി ആഗ്രഹം പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, പല്ല് തേച്ചതിന് ശേഷം വളരെ ഫ്രഷായ ഒരു തോന്നൽ നമുക്കുണ്ടാകുന്നു. ഈയൊരു തോന്നലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അടുത്തതായി പ്രതികരണം. ഇത് യഥാർത്ഥ പ്രവർത്തനമോ ശീലമോ ആണ്. സൂചനയും ആഗ്രഹവും അനുഭവിച്ച ശേഷം നിങ്ങൾ എടുക്കുന്ന പ്രവർത്തനമാണിത്. പല്ല് തേക്കുന്നതിൻ്റെ കാര്യത്തിൽ പ്രതികരണം പല്ല് തേക്കുന്നതിൻ്റെ ശാരീരിക പ്രവർത്തനമാണ്. അടുത്തതായി പ്രതിഫലം. പ്രതിഫലം ശീലം പൂർത്തിയാക്കുന്നതിൻ്റെ പോസിറ്റീവ് തോന്നലാണ്. പല്ല് തേക്കുന്നതിൻ്റെ കാര്യത്തിൽ പ്രതിഫലം വൃത്തിയായ വായയുടെ തോന്നൽ അല്ലെങ്കിൽ ടാസ്ക് പൂർത്തിയാക്കിയതിൻ്റെ ഒരു തൃപ്തിയാണ്. ഈ ലൂപ്പ് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശീലങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള 4 ഘട്ടങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് ക്ലിയർ പറയുന്നു. നിങ്ങൾക്ക് സൂചന കൂടുതൽ വ്യക്തമാക്കാം, ആഗ്രഹം കൂടുതൽ ആകർഷകമാക്കാം, പ്രതികരണം പൂർത്തിയാക്കാൻ എളുപ്പമാക്കാം, പ്രതിഫലം കൂടുതൽ തൃപ്തികരമാക്കാം. ഇത് ശീലത്തെ കൂടുതൽ ഉറപ്പുള്ളതും തകർക്കാൻ പ്രയാസമുള്ളതുമാക്കുന്നു. നിങ്ങൾക്ക് ഒരു പുതിയ ശീലം ആരംഭിക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം സൂചനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. അത് നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തത്ര വ്യക്തമാക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ പ്രഭാതത്തിൽ യോഗ ചെയ്യാൻ ആരംഭിക്കണമെങ്കിൽ നിങ്ങൾ യോഗ ചെയ്യാൻ ഉപയോഗിക്കുന്ന യോഗ മാറ്റ് കിടക്കയുടെ അടുത്ത് തന്നെ വയ്ക്കുക. കാരണം നിങ്ങൾ ഉണരുമ്പോൾ ആദ്യം കാണുന്നത് ആ യോഗ മാറ്റാണ്. ഈ സൂചനയെ കണ്ടില്ല എന്ന് നടിച്ച് ഒഴിവാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഭാഗം 2, 1-ാം നിയമം. ഈ അധ്യായത്തിൽ ജെയിംസ് ക്ലിയർ ഒരു ശീലം രൂപപ്പെടുത്തുന്നതിൽ സൂചന എത്ര ശക്തമാണെന്ന് ചിത്രീകരിക്കുന്നു. അദ്ദേഹം ഒരു മനുഷ്യൻ്റെ കഥ പങ്കിടുന്നു. അയാൾക്ക് ഒരു മസ്തിഷ്ക പരിക്ക് സംഭവിച്ചു. അതിന് മുഖങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെയായി. ഈ കഥ നമ്മുടെ ചുറ്റുപാടും അതിലെ സൂചനകളും ശീലങ്ങൾ മനസ്സിലാക്കാനും പ്രതികരിക്കാനും എത്ര അത്യാവശ്യമാണെന്ന് എടുത്തുകാട്ടുന്നു. പുസ്തകത്തിലെ ഉദാഹരണം നമ്മുടെ ചുറ്റുപാടുകൾക്കും അതിലെ സൂചനകൾക്കും നാം എത്രമാത്രം ആശ്രയിക്കുന്നുവെന്ന് ഊന്നി പറയുന്നു. മുഖങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെയായതിനാൽ മനുഷ്യൻ്റെ മസ്തിഷ്കം ഇപ്പോൾ ആ സൂചനകൾ പ്രോസസ്സ് ചെയ്യുന്നില്ല. ഇത് ജെയിംസ് ക്ലിയറിൻ്റെ വാദം ശക്തിപ്പെടുത്തുന്നു. സൂചനകൾ ശീലരൂപീകരണത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. നിങ്ങളുടെ ചുറ്റുപാടിൽ നല്ല ശീലങ്ങൾക്കുള്ള വ്യക്തമായ സൂചനകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. സൂചനകൾ വ്യക്തമാക്കുക എന്നതാണ് നല്ല ശീലങ്ങൾ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ മാർഗം. ഈ ആശയം വളരെ പ്രധാനമാണ്. കാരണം പലപ്പോഴും നമ്മൾ ശീലങ്ങൾ പ്രവർത്തിക്കുന്നില്ല കാരണം ട്രിഗർ മറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമാണ്. ഒരു ശീലം ഉണ്ടാകാൻ നിങ്ങൾ അടുത്തത് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി സിഗ്നൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ചുറ്റുപാടിനെ സജ്ജമാക്കേണ്ടതുണ്ട്. സൂചനകൾ വ്യക്തമാകുമ്പോൾ ശീലം യാന്ത്രികമാകുന്നു. നിങ്ങൾക്ക് കൂടുതൽ വെള്ളം കുടിക്കാൻ ആരംഭിക്കണമെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങളുടെ എപ്പോഴും കാണാനാകുന്ന ഇടത്ത് വയ്ക്കുക. നിങ്ങളുടെ ഡെസ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കിടക്കയുടെ അടുത്ത്. വെള്ളം കുടിക്കാനുള്ള സൂചന ഇപ്പോൾ വ്യക്തവും ഒഴിവാക്കാൻ പറ്റാത്തതുമാണ്. ക്ലിയർ പരിചയപ്പെടുത്തുന്ന മറ്റൊരു ആശയമാണ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷനുകൾ. ഞാൻ ഒരു പ്രവർത്തനം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വച്ച് ചെയ്യും എന്നുള്ള പ്രസ്താവനകളാണ്. ഒരു ശീലം നടത്തുന്നതിന് കൃത്യമായി എപ്പോൾ എവിടെ എന്ന് വ്യക്തമാക്കുന്നതിലൂടെ അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ജെയിംസ് ക്ലിയർ വാദിക്കുന്ന മറ്റൊരു കാര്യം മോട്ടിവേഷൻ പലപ്പോഴും ശീല രൂപീകരണത്തിന് പര്യാപ്തമല്ല എന്നാണ്. മോട്ടിവേഷൻ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാണ്. അദ്ദേഹം പറയുന്നത് മോട്ടിവേഷന് പകരം നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ശീലങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നാണ്. നാം ഇഷ്ടപ്പെടുന്ന ആളുകൾ, നാം ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള സൂചനകൾ എന്നിവ നാം എടുക്കുന്ന പ്രവർത്തനങ്ങളെ എല്ലാം സ്വാധീനിക്കുന്നു. നമ്മുടെ ചുറ്റുപാടിലുള്ള ചെറിയ ആലോചനാപൂർവമായ മാറ്റങ്ങൾ നിങ്ങളുടെ ശീലങ്ങളിൽ പറ്റി നിൽക്കാൻ വളരെ എളുപ്പമാണ് എന്ന് അദ്ദേഹം സംസാരിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ജങ്ക് ഫുഡ് നീക്കം ചെയ്യാൻ നിങ്ങൾ ആരംഭിക്കണം. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രവർത്തനം എളുപ്പമാക്കാനുള്ള ഒരു ചോയ്സ് ആക്കണം. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന രീതിയിൽ നിങ്ങളുടെ ചുറ്റുപാട് രൂപകൽപ്പന ചെയ്യുക എന്നത് നല്ല ശീലങ്ങൾ വ്യക്തമാക്കാനും മോശം ശീലങ്ങളിൽ ഏർപ്പെടാൻ പ്രയാസമാക്കാനും ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ്. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ ശീലങ്ങളുമായി യോജിക്കുമ്പോൾ നിങ്ങൾ അടുത്തത് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള സ്ഥിരമായ സൂക്ഷ്മമായ ഓർമ്മപ്പെടുത്തലുകളുമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ വായിക്കണമെങ്കിൽ നിങ്ങൾ സമയം ചെലവഴിക്കുന്ന ഓരോ മുറിയിലും പുസ്തകങ്ങൾ കൊണ്ടുവയ്ക്കുക. അതിനാൽ നിങ്ങൾക്ക് കുറച്ചു സമയം ലഭിക്കുമ്പോൾ ആ പുസ്തകം എടുക്കാൻ എളുപ്പമാകും.
അടുത്തതായി ജെയിംസ് ക്ലിയർ പറയുന്നത് ദ സീക്രട്ട് ടു സെൽഫ് കൺട്രോൾ ആണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും നമ്മുടെ പരിസരത്തെ നിയന്ത്രിക്കുന്നതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നു. ചില സാഹചര്യങ്ങളിൽ സ്വയം നിയന്ത്രണം നമുക്ക് അത്യാവശ്യമാണ്, എന്നാൽ പ്രലോഭനങ്ങളെ ഒഴിവാക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് ജെയിംസ് ക്ലിയർ പറയുന്നു. ദീർഘകാല രീതികൾ അഥവാ ലോങ് ടേം ഹാബിറ്റ്സ് നിർമ്മിക്കുന്നതിൽ സ്വയം നിയന്ത്രണം എത്ര അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രലോഭനത്തെ പ്രതികരിക്കാൻ അഡിക്റ്റഡ് ശക്തികൾക്ക് ആശ്രയിക്കാതെ ആദ്യം തന്നെ പ്രലോഭനം കുറഞ്ഞ ഒരു പരിസരം രൂപപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ദുർബലമായ ശീലത്തെ വളർത്താൻ പ്രേരിപ്പിക്കുന്നവയെ നീക്കം ചെയ്യുക. നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുന്നത് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കരുത്. അതിനെ വീട്ടിൽ സൂക്ഷിച്ചുകൊണ്ട് ആ പ്രലോഭനത്തെ പ്രതികരിക്കാൻ ശ്രമിക്കരുത്. അതിനു പകരം ആ പ്രലോഭനത്തെ പൂർണ്ണമായും നീക്കം ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റെന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധ അതിൽ കേന്ദ്രീകരിക്കുക. മൊബൈൽ ഫോൺ ദൂരെ എങ്ങോട്ടെങ്കിലും മാറ്റിവെച്ചാൽ ആ പ്രലോഭനത്തെ കുറയ്ക്കാൻ അത് സഹായിക്കും. അങ്ങനെ നമ്മുടെ കാണാമറയത്ത് ഫോൺ വയ്ക്കുകയാണെങ്കിൽ സ്വയം നിയന്ത്രണം അഥവാ സെൽഫ് കൺട്രോളിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഈ അധ്യായത്തിലെ ഏറ്റവും വലിയ ടേക്ക് അവേ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിനെ നിയന്ത്രിക്കുക, നല്ല ശീലങ്ങൾ വളർത്താനുള്ള ചുറ്റുപാട് സജ്ജീകരിക്കുക എന്നതാണ്. ഭാഗം 3 ദ സെക്കൻഡ് ലോ, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. ഇവിടെ ജെയിംസ് ക്ലിയർ ശീലം രൂപീകരിക്കുന്നതിൻ്റെ രണ്ടാം നിയമം പരിചയപ്പെടുത്തുന്നു. ഒരു രീതി നിലനിൽക്കാൻ അത് ഞങ്ങൾ ഹൃദയപൂർവ്വം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായി മാറണം. മനുഷ്യർ നല്ല അനുഭവം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവയ്ക്ക് പ്രതിഫലം ലഭിക്കുന്നതുവരെ ആവർത്തിക്കാൻ സാധ്യത കൂടുതലാണ്. ഡോപ്പമിൻ എന്ന കെമിക്കലിനെ കുറിച്ച് അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നു. നമ്മൾ ആസ്വദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ ഉണ്ടാക്കുന്നു. അതിലൂടെ ആ പ്രവൃത്തി ആവർത്തിക്കാൻ ആഗ്രഹം ഉള്ളതാക്കുന്നു. അതിനാൽ ഒരു ശീലം ആകർഷകമാക്കാൻ അതിനെ ഒരു ഡോപ്പമിൻ ഉത്തേജനം നൽകുന്ന ഒന്നുമായി ബന്ധിപ്പിച്ചാൽ മതി. ജെയിംസ് ക്ലിയർ ടെംപ്റ്റേഷൻ ബണ്ട്ലിംഗ് എന്ന ആശയം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നതാണ്. നിങ്ങൾ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യവുമായി മറ്റൊരു ആഗ്രഹത്തെ അഥവാ മറ്റൊരു ശീലത്തെ കൂട്ടിച്ചേർക്കുക. ഉദാഹരണത്തിന് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ പോഡ്കാസ്റ്റുകൾ അഥവാ ഓഡിയോ ബുക്കുകൾ കേൾക്കുക എന്നതാണ്. ഈ സംയോജന രീതി കൂടുതൽ ആസ്വാദികരമാണ്. അതിനാൽ തന്നെ അത് നിലനിൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം നിങ്ങൾ ആ പ്രവൃത്തി ഒരു പോസിറ്റീവ് അനുഭവവുമായി ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ശീലം നിങ്ങൾക്ക് ആകർഷകമാക്കാൻ ടെംപ്റ്റേഷൻ ബണ്ട്ലിംഗ് എന്ന ഈ പരീക്ഷണം ചെയ്തു നോക്കുക. നിങ്ങൾക്ക് കൂടുതൽ വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട സംഗീതം മാത്രം കേൾക്കാൻ അനുവദിക്കുക. നമ്മുടെ പെരുമാറ്റം എത്രത്തോളം നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ സ്വാധീനത്തിലാകുന്നുവെന്ന് മുൻകൂറായി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമ്മുടെ സാമൂഹിക പരിസരം എങ്ങനെ വലിയ തോതിൽ നമ്മുടെ ശീലങ്ങൾ രൂപീകരിക്കുന്നുവെന്ന ആശയത്തെ അദ്ദേഹം അന്വേഷിക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ സുഹൃത്തുക്കൾ സ്ഥിരമായി എക്സർസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആരോഗ്യം ഉറപ്പുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന രീതികൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയാണ്. കാരണം നിങ്ങളുടെ സാമൂഹിക വൃത്തത്തിൻ്റെ സ്വാധീനമാണത്. നമ്മുടെ തിരിച്ചറിവും പെരുമാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് രൂപപ്പെടുന്നു. അതായത് നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ അംഗമാകുമ്പോൾ അവിടെയുള്ള പെരുമാറ്റങ്ങൾ നിങ്ങളെ കൂടുതൽ സ്വാധീനിക്കും. ഉദാഹരണത്തിന് വായനയ്ക്ക് ഒരു രീതി വികസിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പുസ്തക ക്ലബിൽ ചേരുക, അല്ലെങ്കിൽ സ്ഥിരമായി വായന നടത്തുന്നവരെ പിന്തുടരുക. ഇനി നമുക്ക് മോശമായ ശീലങ്ങൾ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. മോശം ശീലങ്ങൾ മാറ്റാൻ അവയുടെ അടിസ്ഥാന കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത് സഹായിക്കും. മോശം സ്വഭാവങ്ങൾ സാധാരണയായി ഒരു ക്യൂ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മാനസിക പ്രേരണയിൽ നിന്ന് ഉളവാക്കുന്നു. ഉദാഹരണത്തിന് ഫോൺ പരിശോധിക്കാനുള്ള ആവശ്യകതയ്ക്ക് ബോറടിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ വാലിഡേഷൻ ആവശ്യകത എന്നുള്ളതുണ്ട്. അതായത് കാരണം മനസ്സിലാക്കലാണ് പ്രധാനം. ഈ കാരണം മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. 3-ാമത്തെ ഭാഗം അത് എളുപ്പമാക്കുക എന്നതാണ്. അതായത് പതുക്കെ നടക്കുക, പക്ഷേ പിന്നോട്ട് പോകരുത്. ഇവിടെ അദ്ദേഹം ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ സ്ഥിരതയുടെയും ക്രമേണയുടെയും പുരോഗതിയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ ജെയിംസ് ക്ലിയർ ഗോൾഡിലോക്സ് റൂൾ എന്ന ആശയം അവതരിപ്പിക്കുന്നു. അതായത് വളരെ എളുപ്പമോ വളരെ കഠിനമോ അല്ലാത്ത എന്നാൽ ശരിയായ തോതിലുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോഴാണ് ആളുകൾ ഏറ്റവും കൂടുതൽ സംതൃപ്തി അനുഭവിക്കുന്നത്. ഇത് പുരോഗതിക്കും ശീലവികസനത്തിനുമുള്ള ഏറ്റവും അനുയോജ്യമായ മേഖലയാണ്.
ഒരു ശീലം വളരെ കഠിനമാണെങ്കിൽ നാം അത് ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് വളരെ എളുപ്പമാണെങ്കിലോ അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് മോട്ടിവേഷൻ അഥവാ പ്രചോദനം തോന്നില്ല എന്ന് ജെയിംസ് ക്ലിയർ പറയുന്നു. ചെറിയ വിജയങ്ങൾ പോലും ശക്തമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു ലക്ഷ്യത്തിലേക്ക് ചെറിയ ചുവടുകൾ വയ്ക്കുമ്പോൾ നാം ഗതിവേഗം സൃഷ്ടിക്കുന്നു. ആ ഗതിവേഗം മുന്നോട്ട് നീങ്ങാൻ എളുപ്പമാക്കുന്നു. ശീലങ്ങൾ വലുതായിരിക്കേണ്ടതില്ല. വാസ്തവത്തിൽ ചെറുതായി തുടങ്ങുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ല സമീപനം. ഇത് തുടർച്ചയായ ക്രമാനുഗതമായ മെച്ചപ്പെടുത്തലുകളെക്കുറിച്ചാണ്. കാലക്രമേണ ഈ ചെറിയ ചുവടുകൾ വലിയ മാറ്റങ്ങളായി സംയോജിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പരിവർത്തനങ്ങളിലേക്ക് നയിക്കാവുന്ന ചെറിയ പ്രവർത്തനങ്ങളെ സ്വീകരിക്കാൻ ജെയിംസ് ക്ലിയർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പൂർണ്ണതയിലല്ല, പുരോഗതിയിലാണ്. അതായത് പെർഫെക്ഷനിലല്ല, പ്രോഗ്രസ്സിലാണ്. പ്രോഗ്രഷൻ പതുക്കെയാണെങ്കിൽ പോലും നിങ്ങൾ മുന്നോട്ടു നീങ്ങുന്നിടത്തോളം നിങ്ങൾ ഗതിവേഗം സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ പതുക്കെ നടക്കുകയാണ്, പക്ഷേ പിന്നോട്ടൊരിക്കലും പോകുന്നില്ല. ഒരു പ്രവർത്തനം പൂർത്തിയാക്കാൻ എത്ര എളുപ്പമാണോ അത്രയും കൂടുതൽ നമുക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് ക്ലിയർ വിശദീകരിക്കുന്നു. ഇത് ഏറ്റവും കുറഞ്ഞ പരിശ്രമത്തിൻ്റെ നിയമം എന്നറിയപ്പെടുന്നു. ആശയം വളരെ ലളിതമാണ്. ഊർജം സംരക്ഷിക്കാനാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനാൽ എന്തെങ്കിലും ചെയ്യാൻ എളുപ്പമാണെങ്കിൽ നാം അത് ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട്. നിങ്ങളുടെ ശീലങ്ങൾ കഴിയുന്നത്ര കുറഞ്ഞ പരിശ്രമം ആവശ്യമുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്യണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഒരു ശീലം നിർവഹിക്കാൻ എത്ര കുറച്ച് ഊർജം ആവശ്യമാണോ അത്രയും കൂടുതൽ സ്ഥിരമായി നാം അത് ചെയ്യാൻ സാധ്യതയുണ്ട്. ശീലങ്ങൾ എങ്ങനെ എളുപ്പമാക്കുന്നതെന്നതിന് ക്ലിയർ കുറച്ച് ഉദാഹരണങ്ങൾ നൽകുന്നു. നിങ്ങൾ കൂടുതൽ ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും മുൻകൂട്ടി കഴുകി നിങ്ങളുടെ അടുക്കളയിൽ എളുപ്പത്തിൽ ലഭ്യമാക്കുക. നിങ്ങൾ കൂടുതൽ എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലം സ്വാഗതാർഹവും തയ്യാറായ നിലയിലുമാക്കി സജ്ജീകരിക്കുക. തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ അത് തുടങ്ങാനും തുടരാനുമുള്ള വഴികൾ എളുപ്പമാകുന്നു. നിങ്ങളുടെ ശീലങ്ങളെയും ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു പരിസ്ഥിതി സജ്ജമാക്കുക എന്നത് ആ ശീലം നിർവഹിക്കാൻ ആവശ്യമായ പരിശ്രമം വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും. ശീലങ്ങളെ സ്വയം ട്രിഗർ ചെയ്യാൻ നമ്മുടെ പരിസ്ഥിതി കൂടുതൽ സജ്ജമാകും തോറും അവ പൂർത്തിയാക്കാൻ കുറച്ച് പരിശ്രമം മാത്രമേ വേണ്ടിവരൂ. നിങ്ങൾ വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ വ്യായാമ വസ്ത്രങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി കാണുന്ന സ്ഥലത്ത് വയ്ക്കുക. പുതിയ ശീലങ്ങൾ തുടങ്ങുമ്പോൾ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളൊന്ന് മാറ്റിവെക്കൽ അഥവാ പ്രോക്രാസ്റ്റിനേഷൻ എന്നതാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ ജെയിംസ് ക്ലിയർ ഒരു പുതിയ തന്ത്രം പറയുന്നുണ്ട്. 2 മിനിറ്റ് നിയമം എന്നതാണ്. നിയമം ലളിതമാണ്. ഒരു പുതിയ ശീലം തുടങ്ങുമ്പോൾ 2 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ കഴിയുന്നത്ര എളുപ്പമാക്കുക. ഒരു പുതിയ ശീലത്തിലേക്കുള്ള പ്രവേശന തടസ്സം കുറയ്ക്കുന്നതിലൂടെയാണ് ഈ നിയമം പ്രവർത്തിക്കുന്നത്. 2 മിനിറ്റോ അതിൽ കുറവോ സമയത്തിനുള്ളിൽ ചെയ്യാൻ കഴിയുന്നത്ര ചെറുതാക്കി ഒരു ശീലം രൂപപ്പെടുത്തിയാൽ നിങ്ങൾ നടപടിയെടുക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നതാണ് ആ ആശയം. ഉദാഹരണത്തിന്, ഞാൻ 30 മിനിറ്റ് വ്യായാമം ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതിന് പകരം വെറും 2 മിനിറ്റ് വ്യായാമം ചെയ്യാൻ പ്രതിജ്ഞയെടുക്കുക. 2 മിനിറ്റ് എളുപ്പമായതിനാൽ അത് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളിത് തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും പ്ലാൻ ചെയ്തതിലും കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. പ്രധാന ഭാഗം തുടങ്ങുക എന്നുള്ളതാണ്. ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഈ 2 മിനിറ്റ് നിയമം ഉപയോഗിച്ച് കുറയ്ക്കാൻ സാധിക്കും. കാലക്രമേണ നിങ്ങൾക്ക് ഇതിൻ്റെ സമയദൈർഘ്യമോ പ്രയാസമോ വർദ്ധിപ്പിക്കാം. എന്നാലും പ്രധാനം ചെറുതായെങ്കിലും തുടങ്ങുക എന്നതാണ്. ഈ 2 മിനിറ്റ് നിയമം പ്രോക്രാസ്റ്റിനേഷൻ നേരിടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. ആദ്യ ചുവട് കേന്ദ്രീകരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. നല്ല ശീലങ്ങൾ നിലനിർത്താൻ നിങ്ങൾ അവയെ കഴിയുന്നത്ര സ്വയം പ്രവർത്തിതമാക്കേണ്ടതുണ്ട്. അതായത് ഓട്ടോമേറ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് നിങ്ങളെ പൂട്ടിയിടുന്ന ഉപകരണങ്ങളോ തന്ത്രങ്ങളോ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുന്നത് നിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കുന്ന ഒരു മീൽ പ്രെപ്പ് സേവനത്തിൽ ചേരാം. ഇത് തീരുമാനമെടുക്കേണ്ട ആവശ്യകതയെ നീക്കം ചെയ്യുകയും ആരോഗ്യകരമായ ഭക്ഷണം സ്ഥിരമായി ഒരു ഓപ്ഷനായി മാറുകയും ചെയ്യുന്നു. ചുറ്റുപാടിൻ്റെ രൂപകൽപ്പനയെക്കുറിച്ച് ക്ലിയർ വീണ്ടും സംസാരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ശീലത്തിനെ പിന്തുണയ്ക്കുന്ന ഒരിടം സൃഷ്ടിക്കുന്നത് എത്ര ശക്തമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു. നല്ല ചുറ്റുപാട് തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും ആ ശീലങ്ങൾ പിന്തുടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു.
നിങ്ങളുടെ ജിമ്മിൽ കൊണ്ടുപോകുന്ന ബാഗ് വാതിൽക്കൽ തന്നെ വയ്ക്കുന്നത് വഴി അതിനെക്കുറിച്ച് അമിതമായി ചിന്തിക്കാതെ തന്നെ നിങ്ങളത് ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചീത്ത ശീലങ്ങൾ അസാധ്യമാക്കാൻ ആ പെരുമാറ്റങ്ങൾ ട്രിഗർ ചെയ്യുന്ന സൂചനകൾ നീക്കം ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ മറ്റൊരു മുറിയിൽ വയ്ക്കുകയോ ഉപയോഗം പരിമിതപ്പെടുത്തുന്ന ആപ്പുകൾ ഉപയോഗിക്കുകയോ ചെയ്യുക. ഈ ട്രിഗറുകൾ ഇല്ലാതാകുന്നതോടെ ചീത്ത ശീലങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത പ്രയാസമാണ്. ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ വാങ്ങി വീട്ടിൽ ഏറ്റവും കാണുന്ന സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. 4ാമത്തെ നിയമം അത് സംതൃപ്തികരമാക്കുക എന്നതാണ്. ഒരു ശീലത്തിൻ്റെ ഫലം പ്രതിഫലദായകമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ചാണ് ഈ നിയമം പറയുന്നത്. കാരണം നമ്മെ നന്നായി തോന്നിപ്പിക്കുന്ന പെരുമാറ്റങ്ങളിലേക്ക് മനുഷ്യർ സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്നു. ഒരു ശീലം പൂർത്തിയാക്കുന്നത് സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയോ തോന്നലുമായി ബന്ധിപ്പിക്കുക. ഒരു പ്രവർത്തനം വ്യക്തമായ ഉടനടിയുള്ള പ്രതിഫലം നൽകുമ്പോൾ ശീലങ്ങൾ കൂടുതൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഒരു പെരുമാറ്റം നടത്തുന്നതിലും പ്രതിഫലം ലഭിക്കുന്നതിനും ഇടയിലുള്ള കാലതാമസം എത്ര കൂടുതലാണോ അത്രയും ശീലം നിലനിർത്താൻ പ്രയാസമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ ഗുണഫലങ്ങൾ എല്ലായ്പ്പോഴും ഉടനടി കാണില്ല. എന്നാൽ പേശികൾ വളരുന്നതോ ഭാരം കുറയുന്നതോ പോലുള്ള കാര്യങ്ങൾ കാലക്രമേണ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പലർക്കും ഫിറ്റ്നസ് റുട്ടീനുകളിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തത്. ഇതിനുള്ള ഏക പ്രതിവിധി നിങ്ങളുടെ പുരോഗതി ട്രാക്ക് ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ പരിശ്രമങ്ങളുടെ ഒരു ദൃശ്യ പ്രാതിനിധ്യം കാണുമ്പോൾ അത് ഒരു ഉടനടിയുള്ള പ്രതിഫലം നൽകുന്നു. ഉദാഹരണത്തിന്, കലണ്ടറിൽ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റെപ്സ് കൗണ്ടിങ്ങിൻ്റെ റിസൾട്ട് വരിക. ഇതുപോലെയുള്ള ഉടനടിയുള്ള പ്രതിഫലം പെരുമാറ്റം ശക്തിപ്പെടുത്തുന്നു. ഈ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് വളരെ നിർണായകമാണ്. ഒരു ശീലം ഫലപ്രദമായി തോന്നുകയാണെങ്കിൽ അത് ഏതു വിധേനയും നമ്മൾ തുടരും. നിങ്ങൾ കൂടുതലായി വെള്ളം കുടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓരോ ഗ്ലാസും കലണ്ടറിൽ അടയാളപ്പെടുത്തുകയോ നിങ്ങളുടെ ദൈനംദിന ഉപഭോഗം ട്രാക്ക് ചെയ്യുന്ന ഒരു ആപ്പ് ഉപയോഗിക്കുകയോ ചെയ്യുക. ഇവിടെയാണ് സ്ട്രീക്ക് എന്ന ആശയം വരുന്നത്. ഒരു ശീലം മുടങ്ങാതെ തുടരുന്ന ദിവസങ്ങൾ ട്രാക്ക് ചെയ്യുന്നതോ നിങ്ങൾ വിജയകരമായി നിങ്ങളുടെ ശീലം പൂർത്തിയാക്കുന്ന ഓരോ ദിവസവും അടയാളപ്പെടുത്തുന്നതോ ആയാലും ആ സ്ട്രീക്ക് വളരുന്നത് കാണുന്നത് വളരെ സംതൃപ്തിയോടെയാണ് നിങ്ങൾ നോക്കിക്കാണാൻ പോകുന്നത്. ഹാസ്യനടൻ ജെറി സൈൻഫെൽഡ് പ്രചരിപ്പിച്ച ഡോണ്ട് ബ്രേക്ക് ദ ചെയിൻ രീതിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. ആശയം വളരെ ലളിതമാണ്. എല്ലാ ദിവസവും ഒരു ശീലം ചെയ്യാൻ ശ്രമിച്ച് അത് കലണ്ടറിൽ അടയാളപ്പെടുത്തുക. ചെയിൻ ഒരിക്കലും മുറിക്കാതിരിക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്ന് നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾ നാളെയും അത് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഈ ചെയിൻ വളരുംതോറും അത് അതുപോലെ തന്നെ നിയന്ത്രിക്കാനുള്ള ആഗ്രഹം കൂടുതലായി വരുന്നു. നിങ്ങളുടെ ഈ സ്ട്രീക്കിൻ്റെ ദൃശ്യ ഓർമ്മപ്പെടുത്തൽ നിങ്ങളെ കൂടുതൽ ഇത് തുടരാൻ പ്രേരിപ്പിക്കുന്നു. കാരണം ചെയിൻ കൂടുതൽ നീളുന്നത് കാണാനാണ് നിങ്ങളുടെ ആഗ്രഹം. അടിസ്ഥാനപരമായി ഈ ശീലങ്ങൾ ട്രാക്ക് ചെയ്യുന്നതോ വെറുതെ കലണ്ടറിൽ ദിവസങ്ങൾ അടയാളപ്പെടുത്തുന്നതോ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ പുരോഗതിയുടെ പോസിറ്റീവ് തോന്നൽ ശക്തിപ്പെടുത്തുന്നു. അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. ആരോ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുമെന്ന് ക്ലിയർ വിശദീകരിക്കുന്നു. ഇതാണ് അക്കൗണ്ടബിലിറ്റിയുടെ സങ്കല്പം. മറ്റാരെങ്കിലും നമ്മെ ആശ്രയിക്കുകയോ നിരീക്ഷിക്കുകയോ ചെയ്യുമ്പോൾ ഒരു ശീലത്തോട് പ്രതിബദ്ധത പുലർത്താൻ എളുപ്പമാണ്. ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഉണ്ടാകുക എന്നതാണ് ഇവിടുത്തെ ആശയം. അങ്ങനെ ഒരു പാർട്ട്ണർ വെറും ചെക്ക് ചെയ്യുക മാത്രമല്ല, സാമൂഹിക തെളിവും അതായത് ഒരു വാലിഡേഷൻ കൂടി നൽകുകയാണ്. നിങ്ങളുടെ പുരോഗതി മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ ലഭിക്കുന്ന ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് നിങ്ങൾ ചെയ്യുന്ന ശീലത്തെ കൂടുതൽ സന്തോഷകരമാക്കും. മറ്റൊരാളെ ഉൾപ്പെടുത്തുന്നത് സമൂഹബോധം സൃഷ്ടിക്കുകയും പ്രക്രിയയുടെ ആനന്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ലക്ഷ്യം മറ്റൊരാളുമായി പങ്കിടുമ്പോൾ തനിച്ച് നേടുന്നതിനേക്കാൾ കൂട്ടായി പുരോഗതിയുടെ ഒരു തോന്നൽ സൃഷ്ടിക്കപ്പെടുന്നു. ഒരേ ലക്ഷ്യം പങ്കിടുന്ന ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ കണ്ടെത്തുക. അതൊരു വർക്കൗട്ട് കൂട്ടുകാരനാകാം, അല്ലെങ്കിൽ ഒരു പഠന പങ്കാളിയാകാം, അല്ലെങ്കിൽ പുതിയ ശീലത്തിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തോ ആകാം. ട്രാക്കിൽ തുടരാൻ പതിവായി പരസ്പരം ചെക്ക് ചെയ്യുക. ആറ്റോമിക് ഹാബിറ്റ്സിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങളുടെ ശീലങ്ങളും വ്യക്തിപരമായ വളർച്ചയും അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള വിപുലമായ തന്ത്രങ്ങളെക്കുറിച്ച് ജെയിംസ് ക്ലിയർ പറയുന്നുണ്ട്. ഈ വിപുലമായ തന്ത്രങ്ങൾ കേൾവിക്കാരെ അവരുടെ ശീലങ്ങൾ മെച്ചപ്പെടുത്താനും ദീർഘകാല വിജയം നേടാനും സഹായിക്കുന്നു. ഒരു സാധാരണ ചോദ്യത്തോടു കൂടെയാണ്
ഈ അധ്യായം അദ്ദേഹം തുടങ്ങുന്നത്. ശീലങ്ങളും വിജയവും കഴിവുകൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നതാണോ? കഴിവ് ഒരു പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും വിജയത്തിൻ്റെ ഏക നിർണായകമല്ല എന്ന് അദ്ദേഹം പറയുന്നു. പകരം ശീലങ്ങളും തുടർച്ചയായ പരിശ്രമവുമാണ് യഥാർത്ഥ പ്രാവീണ്യത്തിലേക്ക് നയിക്കുന്നത്. ജീനുകൾ അഥവാ ജീൻസ് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നൽകിയേക്കാം, എന്നാൽ നിങ്ങൾ എത്ര ദൂരം പോകുമെന്നത് ശീലങ്ങളെ നിർണ്ണയിച്ചാണ് ഇരിക്കുന്നത്. ഉദാഹരണത്തിന്, പിയാനോ വായിക്കാൻ നിങ്ങൾക്ക് സ്വാഭാവികമായ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വേഗത്തിൽ പഠിച്ചേക്കാം, എന്നാൽ പതിവായി പരിശീലിക്കാതെ നിങ്ങളുടെ സ്വാഭാവിക കഴിവ് മതിയാകില്ല. എന്തെങ്കിലും ശരിക്കും മികച്ചതാക്കാൻ ആദ്യം പുരോഗതി മന്ദഗതിയിലാണെന്ന് തോന്നിയാൽ പോലും തുടർച്ചയായി മെച്ചപ്പെടുത്താൻ സമയവും പരിശ്രമവും ചെലവാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ കഥകൾ കേൾക്കുന്നത് നമുക്കെപ്പോഴും ഇഷ്ടമാണ്. എന്നാൽ അവർ പുരോഗതിക്ക് ആവശ്യമായ ശീലങ്ങൾ തുടർച്ചയായി വളർത്തുന്നുണ്ട്. നിങ്ങൾക്ക് സ്വാഭാവിക കഴിവുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ സ്ഥിരമായി ശീലങ്ങൾ വളർത്താൻ നോക്കുക. കാലക്രമേണ ഈ ശീലങ്ങൾ കഴിവ് മാത്രമുള്ളവരെ മറികടക്കാനും യഥാർത്ഥ വിജയത്തിലേക്ക് നയിക്കാനും സഹായിക്കും. ഫലങ്ങൾ മാത്രമല്ല, സിസ്റ്റങ്ങൾ നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ അനുവദിക്കുക. ജെയിംസ് ക്ലിയർ ഗോൾഡിലോക്സ് നിയമം വീണ്ടും ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു അത്ലറ്റ് പരിശീലിക്കുമ്പോൾ വർക്കൗട്ട് വളരെ എളുപ്പമോ ബുദ്ധിമുട്ടുള്ളതോ ആണെങ്കിൽ അവർക്ക് മടുക്കും. എന്നാൽ ശരിയായ ചലഞ്ച് ആണെങ്കിൽ അവർ വേഗത്തിൽ പുരോഗതി കൈവരിക്കാൻ സഹായിക്കും. വർക്കൗട്ട് വളരെ എളുപ്പമാണെങ്കിൽ അത്ലറ്റിന് പുരോഗതിയുടെ പ്രതിഫലം അനുഭവിക്കാൻ കഴിയില്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലോ അവർ നിരാശപ്പെട്ട് ഉപേക്ഷിച്ചേക്കാം. മോട്ടിവേഷൻ ഏറ്റവും ശക്തമാകുന്നത് ചലഞ്ച് വളരെ എളുപ്പമോ ബുദ്ധിമുട്ടോ അല്ലാത്ത ആ സ്വീറ്റ് സ്പോട്ടിലാകുമ്പോഴാണ്. ഇത് എല്ലാ ശീലത്തിനും ബാധകമാണ്. നിങ്ങൾ ഒരു പുതിയ കഴിവ് പഠിക്കുകയോ ഒരു വ്യക്തിഗത പ്രൊജക്റ്റിൽ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ പുഷ് ചെയ്യുകയും ടാസ്ക് നിങ്ങളുടെ കഴിവിനുള്ളിലുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് ആ ബാലൻസ് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രേരണ നിലനിർത്താൻ, അതായത് മോട്ടിവേഷൻ നിലനിർത്താൻ ഗോൾഡിലോക്സ് നിയമം ഉപയോഗിക്കുക. നിങ്ങൾ പ്രവർത്തിക്കുന്ന ശീലം ചലഞ്ചിങ് ആണെന്ന് ഉറപ്പാക്കുക, പക്ഷേ അത് അതിശയിപ്പിക്കുന്ന ഒന്നല്ല. സ്ഥിരമായ വളർച്ചയ്ക്കായി ലക്ഷ്യമിടുക. അങ്ങനെ നിങ്ങൾ തുടരാൻ പ്രേരണ നിലനിർത്തും. ജെയിംസ് ക്ലിയർ നമ്മുടെ ശീലങ്ങൾ കാലാകാലങ്ങളിൽ പരിശോധിക്കുകയും അവ ഇപ്പോഴും നമ്മുടെ നിലവിലുള്ള ലക്ഷ്യങ്ങളെ സേവിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും വേണമെന്ന് പറയുന്നു. നമ്മൾ രൂപീകരിച്ച ശീലങ്ങൾ ഇപ്പോഴും ഫലപ്രദമാണോ? അവ ഇപ്പോഴും നമ്മുടെ മൂല്യങ്ങളുമായും ആഗ്രഹങ്ങളുമായും യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ശീലങ്ങൾ മാറ്റുകയോ റുട്ടീനുകൾ ക്രമീകരിക്കുകയോ ചെയ്യേണ്ടത് ഇപ്പോൾ ആവശ്യമാണോ എന്നുള്ള സെൽഫ് റിഫ്ലക്ഷൻസ് നടത്തേണ്ടത് ആവശ്യമാണ്. ഈ പുസ്തകത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അന്തിമ ടേക്ക് അവേസ് എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ചെറിയ ശീലങ്ങൾ കാലക്രമേണ സംയോജിക്കപ്പെട്ടാൽ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നു. ഫലങ്ങൾ നിലനിർത്താനുള്ള രഹസ്യം വലിയ മാറ്റങ്ങളോ ബ്രേക്ക് ത്രൂകളോ ഉണ്ടാകുന്നതിലല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ചെറിയ ഫോക്കസ് ചെയ്ത പ്രവർത്തനങ്ങൾ സ്ഥിരമായി എടുക്കുന്നതിലാണ്. ക്ലിയർ ഊന്നി പറയുന്നത് വിജയം ദൈനംദിന ശീലങ്ങളുടെ ഉൽപ്പന്നമാണ്. ഫലങ്ങൾ സാവധാനം വരാറുണ്ട്. ചെറിയ മാറ്റങ്ങൾ കാലക്രമേണ കൂട്ടിച്ചേർക്കുമെന്ന് വിശ്വസിക്കുകയും ക്ഷമിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. പുരോഗതി സാവധാനമാണെന്ന് തോന്നിയേക്കാം, പക്ഷേ സ്ഥിരമായ ചെറിയ ശീലങ്ങൾ സംയോജിക്കപ്പെടുമ്പോൾ എക്സ്പോണൻഷ്യൽ വളർച്ചയിലേക്ക് നയിക്കുന്നു. ഇത് ശീലങ്ങൾ നിലനിർത്തുകയും അവ ഒരു ദൃഢമായ അടിത്തറയിൽ നിർമ്മിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ്. പുസ്തകത്തിൻ്റെ അന്തിമ സന്ദേശം എന്താണെന്നാൽ, വിജയിക്കാൻ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കേണ്ടതില്ല. കാരണം നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കുകയും ദിവസവും ചെറിയ ചുവടുകൾ എടുക്കുകയും ചെയ്താൽ കാലക്രമേണ ഈ ശീലങ്ങൾ സംയോജിപ്പിക്കുകയും ശ്രദ്ധേയമായ ഫലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ജെയിംസ് ക്ലിയർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശീലങ്ങൾ വ്യക്തിപരമായ വളർച്ചയെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഐഡൻറ്റിറ്റിയെയും നമ്മൾ നമ്മെ തന്നെ എങ്ങനെ കാണുന്നു എന്നതിനെ രൂപപ്പെടുത്താനുള്ള ഒരു ഉപകരണമാണ്. നാം ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി നമ്മുടെ ശീലങ്ങൾ യോജിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹിക്കുന്ന ഐഡൻറ്റിറ്റി ശക്തിപ്പെടുത്താനും പുരോഗതി തുടരാനും സഹായിക്കും. നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ഏത് ചെറിയ ശീലമാണ് നിങ്ങൾക്ക് ഇന്ന് തന്നെ ആരംഭിക്കാൻ കഴിയുക? സ്ഥിരതയിലാണ് രഹസ്യം. കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഇത് നിങ്ങൾക്ക് യഥാർത്ഥ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗുഡ് ലക്ക്.